ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഷിക്കാഗോയിലാണ്. ഷിക്കാഗോ വിവേകാനന്ദ സ്വാമികളുടെ സ്മരണകളെ കൊണ്ട് ധന്യമായിട്ടുള്ളൊരിടമാണ്. കൊടും തണുപ്പ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പിലാണിപ്പോൾ. അപ്പോൾ സ്വാമിജിയുടെ വിവേകാനന്ദ സ്വാമികളുടെ ഒരു അതിമനോഹരമായിട്ടുള്ള പുസ്തകമുണ്ട്. ഈ പുസ്തകം ഇതിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ ന ഭൂതോ ന ഭവിഷ്യതി എന്നാണ്. മലയാളം മാതൃഭൂമി ബുക്സ് വിവേകാനന്ദം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്ര കോഹ്ലിയുടെയാണ്. നരേന്ദ്ര കോഹ്ലിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. വിവേകാനന്ദ സ്വാമികളുടെ ചരിത്രമാണ്. ഇതിൽ കുറേ അനുഭവങ്ങൾ പറയുന്നുണ്ട്, അതിമനോഹരമായിട്ടുള്ള. നമുക്ക് നിങ്ങളുമായിട്ട് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കണം എന്ന് തോന്നിയിട്ടുള്ള സ്വാമിജി നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് 4 ദിവസം ഉണ്ടായിരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് വളരെ പ്രസക്തമായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് തോന്നുന്നു അത് നമുക്കിങ്ങനെ പുസ്തകം വായിച്ച് അങ്ങനെ പോകാം. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണയിൽ ചിക്കാഗോയിൽ നിന്ന് നമുക്ക് വിവേകാനന്ദം പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം മേടിച്ച് നിങ്ങൾ വായിക്കണം. മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഗംഭീര സാധനം, അതിമനോഹരമാണ്. ലളിത വളരെ ചെറിയ 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 ഓരോ പോർഷനായിട്ട്, എന്നാൽ നല്ല ഒഴുക്കുള്ള ഇത് മറ്റേ ഇദ്ദേഹമാണ് അത് KC അജയകുമാറാണ് അതിന് പരിഭാഷ ചെയ്തത് മലയാളത്തിൽ. നല്ല പരിഭാഷയാണ്. അദ്ദേഹം നല്ല പണ്ഡിതനാണ്. ഭാഷാ സമ്പത്ത്, പദസമ്പത്തൊക്കെ ഉള്ള ആളാണ്. നമുക്കിത് എന്താന്ന് നോക്കാം. നമ്മൾ വായിക്കാം. ഡിസംബർ 13, 1892 വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോയിൽ പോകുന്നതിനൊക്കെ മുമ്പാണ്. 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോയിൽ ഇവിടെ ഷിക്കാഗോയിൽ ലോകമത മഹാസമ്മേളനം നടക്കുന്നത്. അപ്പം സ്വാമി വിവേകാനന്ദൻ ലോകം വലിയ പ്രശസ്തിയിൽ അറിയുന്നതിന് മുമ്പാണ് ഇത്. ഡിസംബർ 13, 1892, അതിൻ്റെ തലേ വർഷം 93 ഷിക്കാഗോ സമ്മേളനം നടക്കുന്നത്. ഡിസംബർ 13, 1892 രാവിലെ പ്രൊഫസർ K. സുന്ദരരാമ അയ്യർ വീട്ടിൽ ആരെയോ കാത്തിരിക്കുകയായിരുന്നു. അതിഥി ഇതിനകം എത്തിച്ചേരേണ്ടതായിരുന്നു. പുറത്ത് അനക്കമെന്തോ കേട്ടു. 12 വയസ്സുകാരൻ മകൻ വന്ന് വിവരമറിയിച്ചു. അപ്പയെ കാണാൻ 2 മുസ്ലിങ്ങൾ വന്നിരിക്കുന്നു. മുസ്ലിങ്ങളോ? അദ്ദേഹം ചോദിച്ചു. അക്കൂട്ടത്തിലൊരു ഹിന്ദു സന്യാസി ഇല്ലേ? ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിൽ മറ്റാരോ ആണ് വന്നത്, പ്രൊഫസർ സുന്ദരം ആലോചിച്ചു. പ്രതീക്ഷിച്ചയാൾക്ക് പകരം മറ്റാരോ ആണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പുറത്തെത്തി. 2 പേർ പുറത്ത് നിൽക്കുന്നത് കണ്ടു. ഒന്നും ഒരു സാധാരണ മുസ്ലിമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആളുടെ കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. പറയൂ. ഞാൻ എറണാകുളത്ത് നിന്ന് വരികയാണ്. എന്നെ കൊച്ചിയിലെ ദിവാൻ്റെ സെക്രട്ടറി W. രാമയ്യനാണ് അങ്ങയുടെ അടുത്തേക്ക് അയച്ചത്. ഞാൻ വരുന്ന വിവരം അങ്ങേക്ക് അറിയാമായിരിക്കും എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്, കാവി ധരിച്ചയാൾ പറഞ്ഞു. ഇദ്ദേഹം വഴി കാട്ടാൻ വന്നതാണ്. മുഹമ്മദ് കരീം കൊച്ചിയിലെ കൊട്ടാരത്തിലെ ജോലിക്കാരനാണ്. കൊച്ചി സർക്കാർ ഇദ്ദേഹത്തെ എൻ്റെ കൂടെ അയച്ചതാണ്. കൊച്ചിയിൽ നിന്ന് സ്വാമിജി തിരുവനന്തപുരത്ത് എത്തിയതാണ് സന്ദർഭം. കൊച്ചി, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരം എത്തിയതാണ്. സുന്ദരരാമ ബുദ്ധിമുട്ടിലായി. അറിഞ്ഞിരുന്നെങ്കിലും അത് ഒരു ഹിന്ദു സന്യാസി വരുമെന്ന അറിയിപ്പായിരുന്നു.
അപ്പോഴും വിവേകാനന്ദ സ്വാമികളെ അങ്ങോട്ട് വ്യക്തമായിട്ടില്ല. സുന്ദരരാമ അദ്ദേഹത്തെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. സന്യാസി പറഞ്ഞു, എന്നെക്കുറിച്ച് അറിയണമെന്നില്ലേ? തീർച്ചയായും, പേര് പറഞ്ഞാട്ടെ. സുന്ദരരാമ പറഞ്ഞു, ഞാനൊരു സന്യാസിയാണ്. സന്യാസിമാരുടെ പേരിൽ വിശേഷിച്ച് താല്പര്യപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ തീർത്ഥാടനത്തിന് ഇറങ്ങിയതാണ്. രാമേശ്വരത്തേക്ക് പോവുകയാണ്. സുന്ദരത്തിന് കാര്യം വ്യക്തമായി. ഇത് വരുമെന്നറിയിച്ചിരുന്ന ആ ഹിന്ദു സന്യാസി തന്നെയാണ്. ആദ്യമായി വേണ്ട വിധം പ്രണമിച്ചു. പ്രണാമം സ്വാമിജി. സ്വാമി കൈ ഉയർത്തി ആശീർവദിച്ചു. എങ്കിലും അങ്ങയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാട്ടെ. പ്രഭുവിനെ അന്വേഷിച്ചിറങ്ങിയ സന്യാസിയാണ്. എന്നെക്കുറിച്ച് എന്തു പറയാനാണ്? പദവിയൊന്നുമില്ല, അധികാരമൊന്നുമില്ല, വിശേഷിച്ച് ഗുണവുമില്ല. എന്നെ എങ്ങനെ പരിചയപ്പെടുത്താനാണ്? സ്വാമി പറഞ്ഞു. അങ്ങയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. പറയൂ. പ്രൊഫസർ സുന്ദരരാമയ്യയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. അഭ്യർത്ഥന എന്ന് പറഞ്ഞ് സന്യാസി എന്താകുമോ ആജ്ഞാപിക്കുക? എൻ്റെ കൂടെ വന്നയാളിന് എത്രയും വേഗം ആഹാരത്തിനുള്ള ഏർപ്പാട് ചെയ്താട്ടെ. വിശന്നിട്ടാണ്. അങ്ങ് വിശ്രമിക്കുമോ? ഇല്ല, അതെല്ലാം പിന്നീട്. ആദ്യം അദ്ദേഹത്തിനുള്ള ഭക്ഷണത്തിന് ഏർപ്പാടുണ്ടാകട്ടെ. അങ്ങ് എന്തെങ്കിലും കഴിക്കുന്നോ? ആദ്യം അങ്ങ് അദ്ദേഹത്തിനുള്ള ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യൂ. സുന്ദരരാമയ്യ പറയുന്നത്, അങ്ങയ്ക്ക് മുറി തയ്യാറാണ്. ശരി, ആദ്യം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്താട്ടെ. അങ്ങ് എന്തെങ്കിലും കഴിച്ചുവോ? വഴിയിൽ അല്പം പാൽ കുടിച്ചിരുന്നു. പക്ഷേ അങ്ങ് അത് ആലോചിക്കേണ്ടതില്ല. എനിക്ക് പല ദിവസങ്ങളോളം വിശന്നിരുന്ന് ശീലമുണ്ട്. എൻ്റെ വഴികാട്ടിക്ക്. പ്രൊഫസർ സുന്ദരരാമയ്യയുടെ മനസ്സിൽ ദേഷ്യമാണ് തോന്നിയത്. അയാളെന്താ വല്ല ഗവർണറുമാണോ എന്ന് ചോദിക്കണമെന്ന് തോന്നി. അതോ കൊച്ചിയിലെ ദിവാനോ? എങ്കിലും ആത്മസംയമനം പാലിച്ച് സാധിക്കുവോളം ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു, അദ്ദേഹം കൊച്ചി രാജ്യത്തെ വല്ല ഉയർന്ന ഉദ്യോഗസ്ഥനുമാണോ? ഉവ്, അദ്ദേഹം കൊച്ചി സ്റ്റേറ്റ് സർവീസിലെ ചപ്രാസിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എൻ്റെ വഴികാട്ടിയാണ്. അദ്ദേഹം ഈ കഷ്ടപ്പാടെല്ലാം എനിക്ക് വേണ്ടിയാണ് സഹിച്ചത്. സന്യാസി പറഞ്ഞു, അങ്ങ് ദയവായി. അദ്ദേഹം സർക്കാർ ജോലിയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കാര്യം. അദ്ദേഹം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് വിശക്കുന്നുണ്ട്. ഇത്രയേ എനിക്കറിയൂ. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും വിശപ്പുണ്ടാകുമല്ലോ. ദയവായി അങ്ങ്. ഓ ശരി ശരി. സുന്ദരരാമ എഴുന്നേറ്റു. അകത്ത് ചെന്ന് ഭാര്യയോട് പറഞ്ഞ് മുഹമ്മദ് കരീമിന് ഭക്ഷണത്തിന് വേണ്ട ഏർപ്പാട് ചെയ്തു. സന്യാസിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു മുസ്ലിം ജോലിക്കാരനാണോ ഭക്ഷണം കൊടുക്കേണ്ടത്? അതെ. ചപ്രാസി ഭക്ഷണം കഴിക്കുമ്പോൾ സന്യാസി വിശന്നിരിക്കുമോ? പിന്നെ ഞാൻ എന്തു ചെയ്യും? സന്യാസി അതാണ് പറയുന്നത്. സുന്ദരരാമയ്യ ഭാര്യയോട് പറയുക. സ്വാമി അടുത്ത് ചെന്നിരുന്ന് മുഹമ്മദ് കരീമിനെ ഭക്ഷണം കഴിപ്പിച്ചു. അദ്ദേഹം തൃപ്തിയോടെ കഴിച്ചു. സ്വാമിയും വളരെ സന്തുഷ്ടനായിരുന്നു. കരീമിനെ യാത്രയാക്കിയ ശേഷം സ്വാമി അകത്തെത്തി. അങ്ങും 2 ദിവസമായി നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. സ്വാമി ചിരിച്ചു. അയാൾ എന്നേക്കാൾ അധികം വിശന്നിരിക്കുകയായിരുന്നു. അയാൾ സ്വതന്ത്രനായിരുന്നില്ല. എൻ്റെ ആജ്ഞാനുവർത്തിയായിരുന്നു. അതുകൊണ്ട് അയാളുടെ ഭക്ഷണകാര്യങ്ങളും മറ്റും നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. സേവകനെ വിശന്നിരുത്തി ഭഗവാൻ പോലും ഭക്ഷണം കഴിക്കില്ല. പിന്നെ അദ്ദേഹം നമ്മുടെ അതിഥിയായിരുന്നു. എറണാകുളത്ത് നിന്ന് പോന്ന ശേഷം എന്ത് കഴിച്ചു? അല്പം പാല് കുടിച്ചു. സുന്ദരരാമ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. ഏതു നാട്ടുകാരനാണ്? കേരളത്തിൽ നിന്നാണെന്ന് തോന്നുന്നില്ല. ഈ ശരീരം ബംഗാളിൻ്റെ മണ്ണിൽ മെനഞ്ഞെടുത്തതാണ്. ഓ, ബംഗാൾ വളരെയേറെ മഹാപുരുഷന്മാർക്ക് ജന്മം കൊടുത്തിരിക്കുന്നു, സുന്ദരരാമ പറഞ്ഞു. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരകൻ കേശവചന്ദ്രസേനെയാണ് ഞാൻ ഏറ്റവും മഹാനായി കാണുന്നത്. കേശവചന്ദ്രസേനൻ്റെ പേര് ഇവിടെയോളം എത്തിയതിൽ സന്തോഷമുണ്ട്. എങ്കിലും അങ്ങയുമായി അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്. ആധ്യാത്മിക കാര്യത്തിൽ എൻ്റെ ഠാക്കൂറുമായി താരതമ്യം ചെയ്താൽ, എൻ്റെ ഠാക്കൂർ എന്ന് പറയുന്നത് രാമകൃഷ്ണദേവനെയാണ് വിവേകാനന്ദ സ്വാമികൾ ഠാക്കൂർ എന്ന് പറയുന്നത്. എൻ്റെ ഠാക്കൂറുമായി താരതമ്യം ചെയ്താൽ ചന്ദ്രസേനൻ വെറും കുട്ടിയാണ്. ഈ രാമകൃഷ്ണ വചനാമൃതം വായിക്കുമ്പോൾ ഈ കേശവചന്ദ്രസേനൻ
ആദ്യമായിട്ട് രാമകൃഷ്ണദേവനെ കാണുന്നതും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുമൊക്കെ അതിമനോഹരമാണ്. ഏതായാലും പറയുന്നതാണ്, അദ്ദേഹം എൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണദേവൻ്റെ കാൽക്കൽ ഇരുന്നാണ് പാഠങ്ങൾ പഠിച്ചിരുന്നത്. സുന്ദരരാമ സ്വാമിയുടെ നേരെ നോക്കി. സ്വന്തം ഗുരുവിൻ്റെ മഹത്വം വിശദീകരിക്കാനാണോ ഈ പറയുന്നത്? അങ്ങയുടെ ഗുരുവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരുമോ? തീർച്ചയായും. സ്വാമി വളരെ നേരം അദ്ദേഹത്തോട് ഗുരുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടെ ഭക്ഷണം എത്തി. സ്വാമി 2 ദിവസത്തെ ഉപവാസം അവസാനിപ്പിച്ചുകൊണ്ട് രുചിയോടെ ഭക്ഷണം കഴിച്ചു. സ്വാമിയുടെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ സ്വരം, കണ്ണുകളിലെ ശോഭ, ചിന്താഗതികൾ, വാണീപ്രവാഹം എല്ലാം തന്നെ സുന്ദരരാമയെ അവിടെ തന്നെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. പത്നി കൈകാട്ടി അദ്ദേഹത്തെ ഉള്ളിലേക്ക് വിളിച്ചു. അങ്ങേക്ക് പോകണ്ടേ? രാജകുമാരൻ അങ്ങയെ കാത്തിരിക്കുന്നുണ്ടാകും. സുന്ദരരാമയ്ക്ക് എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ സ്വാമിയുടെ സാന്നിധ്യം അദ്ദേഹത്തെ ഒരു തരത്തിൽ മോഹവലയത്തിലാക്കിയിരുന്നു. വീട്ടിൽ വന്ന അതിഥി ഇപ്പോൾ ബാഗ് തുറക്കുമെന്നും തനിക്ക് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ തരുമെന്നും പ്രതീക്ഷിച്ച് അതിഥിക്ക് ചുറ്റും കറങ്ങി നടക്കുന്ന ഒരു കുട്ടിയുടെ സ്ഥിതിയായിരുന്നു സുന്ദരരാമയ്യയുടേത്. സന്ധ്യാനേരത്ത് പ്രൊഫസർ സുന്ദരരാമയ്യർ സ്വാമിയെയും കൂട്ടി പ്രൊഫസർ രംഗാചാര്യൻ്റെ വീട്ടിലെത്തി. പ്രൊഫസർ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. എവിടെ പോയി കാണും? ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോയിരിക്കാനാണ് സാധ്യതയേറെയും. അവിടെ കാണാനായാൽ വളരെ നന്ന്, കാണാനായില്ലെങ്കിൽ മറ്റു പലരും ഉണ്ടാകും. സ്വാമിയെ പലരുമായും പരിചയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. പ്രൊഫസർ രംഗാചാര്യ ക്ലബ്ബിൽ ഉണ്ടായിരുന്നില്ല. പ്രൊഫസർ സുന്ദരരാമ സ്വാമിയെ പ്രൊഫസർ സുന്ദരം പിള്ളയുമായി പരിചയപ്പെടുത്തി. അപ്പോഴേക്കും പ്രൊഫസർ രംഗാചാര്യനും എത്തി. അദ്ദേഹത്തെയും പരിചയപ്പെട്ടു. ദിവാൻ പേഷ്കാറേയും നാരായണ മേനോനെയും പരിചയപ്പെട്ടു. പക്ഷേ നാരായണ മേനോൻ ക്ലബ്ബിൽ നിന്ന് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. അദ്ദേഹം ദിവാൻ പേഷ്കാറെ വണങ്ങി. പേഷ്കാർ ഇടങ്കൈ വലങ്കൈയിനേക്കാൾ അല്പമുയർത്തി നാരായണ മേനോനെ പ്രത്യഭിവാദനം ചെയ്തു. സ്വാമിയുടെ മനസ്സിൽ കൊണ്ടു. ബ്രാഹ്മണർ ശൂദ്രന്മാരെ പ്രത്യഭിവാദനം ചെയ്യുന്ന രീതി ഇതാണെന്ന് കേരളത്തിൽ എത്തിയ ശേഷമാണ് സ്വാമി മനസ്സിലാക്കിയത്. അതായത് ദിവാൻ പേഷ്കാർ ബ്രാഹ്മണകുലത്തിൽ പിറന്നയാളായിരിക്കും. നാരായണ മേനോനെ ശൂദ്രനായി കാണുകയും ചെയ്യുന്നുണ്ടായിരിക്കണം. രീതി ഏതു തന്നെയാണെങ്കിലും നാരായണ മേനോനെ പോലെ പണ്ഡിതനായ വ്യക്തിയെ ശൂദ്രനായി കാണുന്നതെങ്ങനെ? പേഷ്കാരുടെ പെരുമാറ്റം സ്വാമിക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പ്രൊഫസർ സുന്ദരരാമയ്ക്കും മനസ്സിലായി. പേഷ്കാർ പ്രൊഫസർ മേനോനെ അപമാനിക്കാൻ ശ്രമിച്ചതായി ഇദ്ദേഹം മനസ്സിലാക്കുന്നു. സ്വാമിയുടെ മുഖത്ത് പ്രതികരണത്തിൻ്റെ ലാഞ്ചന കാണാമായിരുന്നു. എങ്കിലും ഒന്നും പറഞ്ഞില്ല. ആളുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം 5 പേർ അവശേഷിച്ചു. സ്വാമി, ദിവാൻ പേഷ്കാർ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രൊഫസർ രംഗാചാര്യയും പിന്നെ പ്രൊഫസർ സുന്ദരരാമയും. യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ ദിവാൻ പേഷ്കാർ കുനിഞ്ഞ് സ്വാമിയെ പ്രണമിച്ചു. നമോ നാരായണ, സ്വാമി പറഞ്ഞു. പേഷ്കാരുടെ അഭിവാദനത്തിന് കൈകൂപ്പുകയോ ആശീർവദിച്ചുകൊണ്ട് കൈ ഉയർത്തിയോ ഒന്നും സ്വാമി പ്രത്യഭിവാദനമേകിയില്ല. സന്യാസിമാർ ഗൃഹസ്ഥന്മാർക്ക് അഭിവാദനമേകുന്ന പ്രാചീന രീതിയാണ് സ്വാമി അവലംബിച്ചത്. പേഷ്കാരുടെ മുഖം ഇരുണ്ടു. സ്വയം നിയന്ത്രിക്കാനാകാതെ പറഞ്ഞു, സ്വാമിജി, സന്യാസിയാണെങ്കിലും കുലീനരുടെ അഭിവാദനത്തിന് ഉചിതമായ രീതിയിലാണ് പ്രത്യഭിവാദനം ചെയ്യേണ്ടത്. അങ്ങയുടെ ഈ പെരുമാറ്റം എന്നോടുള്ള അപമാനമാണെന്ന് പറഞ്ഞില്ലെങ്കിലും അവഹേളനമാണെന്ന് പറയാനാവുന്ന വിധത്തിലാണ് അങ്ങേക്ക് തോന്നുന്നില്ലേ? സ്വാമി അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞു. നാരായണ മേനോൻ്റെ അഭിവാദനത്തിനുള്ള പ്രത്യഭിവാദ്യം ബ്രാഹ്മണരുടെ പരമ്പരാഗത രീതിയിൽ നൽകാനുള്ള അവകാശം അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങയുടെ അഭിവാദനത്തിനുള്ള പ്രത്യഭിവാദ്യം എനിക്കും സന്യാസിമാരുടെ പരമ്പരാഗത രീതിയിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. മറുപടി കടുത്തതായിരുന്നു. ഇതിൽ സ്വാമിജിയുടെ രോഷം മാത്രമായിരുന്നില്ല, പേഷ്കാരുടെ അനുചിതമായ പെരുമാറ്റത്തിന് വഴക്കുപറച്ചിൽ കൂടിയായിരുന്നു. പേഷ്കാർ മുഖം വീർപ്പിച്ച്
തിരിച്ചുപോയി. അടുത്ത ദിവസം പേഷ്കാരുടെ സഹോദരൻ പ്രൊഫസർ സുന്ദരരാമയ്യയുടെ വീട്ടിലെത്തി. പറയൂ, പ്രൊഫസർ സുന്ദരരാമയ്യർ പറഞ്ഞു. എനിക്ക് സ്വാമിജിയെ കാണണമെന്നുണ്ട്. എന്തിന്? വഴക്കുണ്ടാക്കാൻ വന്നതാണോ? അല്ല, വഴക്കുണ്ടാക്കാനല്ല വന്നത്, പിന്നെ കാണാനാണ് വന്നത്. നോക്കൂ, ഒരു കാര്യം വ്യക്തമാക്കാം, പ്രൊഫസർ സുന്ദരരാമ പറഞ്ഞു. എൻ്റെ വീട്ടിൽ വെച്ച് ആരെങ്കിലും ഒരു സ്വാമിയോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഇല്ല സഹോദര, ഞാൻ സ്വാമിജിയെക്കുറിച്ച് മനസ്സിൽ അനിഷ്ടം വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് അങ്ങ് എന്തിനാണ് വിചാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ കാണാൻ എന്നെ അനുവദിക്കൂ. പ്രൊഫസർ സുന്ദരരാമ അദ്ദേഹത്തെ ഇഷ്ടമില്ലാതെ സ്വാമിയുടെ മുറിയിലേക്ക് അയച്ചു. അദ്ദേഹം കൈകൂപ്പി അഭിവാദനം ചെയ്യുകയും സ്വാമിജിയുടെ മുന്നിൽ നിലത്തിരിക്കുകയും ചെയ്തു. ഞാൻ ദിവാൻ പേഷ്കാരുടെ സഹോദരനാണ്. പറയൂ, ഇന്നലെ അങ്ങ് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയുണ്ടായെന്ന് തോന്നുന്നു. സന്യാസിക്ക് ആരോടും ദേഷ്യപ്പെടാൻ അവകാശമില്ല. സ്വാമി വളരെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. നാരായണ മേനോനെ അപമാനിച്ചത് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചുവെന്നത് ശരിയാണ്. ഉവ്, ദിവാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്കതിൽ ഖേദമുണ്ട്. അയാൾ പറഞ്ഞു. ഭാവിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാനാണ് ഞാൻ വന്നത്. അങ്ങ് മനസ്സിലെ ദേഷ്യം ഉപേക്ഷിക്കണം. ഞാൻ ദേഷ്യത്തിലല്ല. അങ്ങയുടെ കൃപ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിയിട്ട് മടങ്ങി. സ്വാമി ക്ലബിൽ വളരെ കുറച്ചു സമയമേ ചെലവാക്കിയുണ്ടായിരുന്നുള്ളൂ എങ്കിലും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരിലും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം ഉറപ്പിച്ചിട്ടാണ് പോയത്. തിരുവനന്തപുരത്ത് ഹിന്ദു സമൂഹത്തിൻ്റെ വളരെ വിചിത്രമായ മിശ്രണമാണ് ഉണ്ടായിരുന്നത്. ആ ചെറിയ നഗരത്തിൽ ദക്ഷിണ ഭാരതത്തിലെ എല്ലാ ജാതി ഉപജാതികളിലും പെട്ട ആളുകൾ ജീവിക്കുന്നത് കാണാമായിരുന്നത്. ട്രിവാൻഡ്രം ക്ലബിൻ്റെ സ്ഥിതിയും അതുതന്നെയായിരുന്നു. സ്വാമി എല്ലാവരോടും തുറന്നു സംസാരിച്ചിരുന്നെങ്കിലും പ്രൊഫസർ രംഗാചാര്യനിൽ അദ്ദേഹത്തിന് സ്വന്തം പ്രതിരൂപമാണ് കാണാനായത്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും മൂല്യബോധങ്ങളുമെല്ലാം ഒരുപോലെയായിരുന്നു. സ്വാമിയെപ്പോലെ ജ്ഞാനഭണ്ഡാരമായിരുന്നു അദ്ദേഹം. കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിൽ അതേപോലെയുള്ള മനോഹരവും വ്യക്തവുമായ കൗശലം, സ്വന്തം അറിവ് സന്ദർഭോചിതമായി പ്രയോഗിക്കാനുള്ള കഴിവ്, നൈതികവും ബൗദ്ധികവുമായ തർക്കങ്ങളിൽ നീർക്കുമിളകളെ അതേ നിമിഷം കുശാഗ്രബുദ്ധി ഉപയോഗിച്ച് പൊട്ടിച്ചു കളയാനുള്ള കഴിവ്, മനുഷ്യനുള്ള എല്ലാ ഉദാത്തവും നൈതികവും നന്മയേകുന്നതുമായ ഭാവങ്ങൾ നിറഞ്ഞ മനസ്സ്, പ്രകൃതിയിലും കലയിലുമുള്ള എല്ലാ സുന്ദരമായ വസ്തുക്കളോടുമുള്ള ഭാവതലത്തിലുള്ള അടുപ്പം, സഹാനുഭൂതി എല്ലാം ചേർന്ന വ്യക്തിത്വം. ഒരു ദ്രാവിഡൻ എന്ന നിലയിൽ ഞാൻ ഹിന്ദു ഭരണ സംവിധാനത്തിൽ നിന്നും തീർത്തും നിഷ്കാസിതനാണെന്നാണ് അനുഭവം. സ്വാമി അദ്ദേഹത്തെ നോക്കി. അത് പ്രൊഫസർ സുന്ദരം പിള്ളയായിരുന്നു. പ്രൊഫസർ സുന്ദരം, അങ്ങ് എത്ര തന്നെ പണ്ഡിതനാണെങ്കിലും വിശേഷിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ സ്വയം ജാതീയമായ മുൻവിധികളിൽപ്പെട്ട് ഒഴുകാൻ വിടുന്നത് നല്ലതല്ല. ഞാൻ ദക്ഷിണ ഭാരതത്തിലെ എൻ്റെ യാത്രക്കിടയിൽ മുൻപും മനസ്സിൻ്റെ താളം തെറ്റിയവരിലും അതിസാധാരണ ബുദ്ധിയുള്ള ആളുകളിലും ഈ കെട്ട രോഗം കണ്ടിട്ടുണ്ട്. യുവരാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം സ്വാമിയും പ്രൊഫസർ സുന്ദരരാമയ്യരും അദ്ദേഹത്തെ കാണാൻ രാജകൊട്ടാരത്തിലെത്തി. എൻ്റെ ഗുരു പറഞ്ഞ് അങ്ങ് പരിവ്രാജകനായി ഭാരതത്തിൻ്റെ 4 തീർത്ഥങ്ങളിലും യാത്ര ചെയ്യുകയാണെന്നാണ്. യുവരാജാവ് പറഞ്ഞു. എനിക്കിത്തരം ജീവിതാനുഭവമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങ് എവിടെയെല്ലാം പോയെന്നും എങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടെന്നും അറിയാനുള്ള ആഗ്രഹമുണ്ട്. സ്വാമി വിഭിന്ന നാട്ടുരാജ്യങ്ങളെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും അവരുടെ രാജസഭകളെക്കുറിച്ചുമെല്ലാം പറഞ്ഞു. അത് കേട്ട് യുവരാജാവിൻ്റെ താല്പര്യം കൂടി. ഭാരതത്തിലെ രാജാക്കന്മാരിൽ ആരാണ് അങ്ങയെ ഏറ്റവും അധികം സ്വാധീനിച്ചത്? ഞാൻ കണ്ട ഹിന്ദു രാജാക്കന്മാരിൽ യോഗ്യത കൊണ്ടും ദേശഭക്തി കൊണ്ടും ഊർജം കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും ഏറ്റവും അധികം കേമനെന്ന് തോന്നിയത് വഡോദരയിലെ ഗായക്വാഡാണ്. രാജസ്ഥാനിലെ ഒരു ചെറിയ നാട്ടുരാജ്യമുണ്ട്. നാട്ടുരാജ്യമെന്ന് തന്നെ പറഞ്ഞുകൂടാ.
ജയ്പൂർ രാജ്യത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഖേദടി. അവിടുത്തെ രാജാവ് അജിത് സിംഗും എന്നെ വളരെ സ്വാധീനിച്ചു. അദ്ദേഹം എൻ്റെ സുഹൃത്തായെന്ന് പറയണം. അദ്ദേഹത്തിൽ ദേശഭക്തിക്കും വാത്സല്യത്തിനുമൊപ്പം ധാർമ്മികവും ആധ്യാത്മികവുമായ അംശവും ഏറെയുണ്ട്. ഞാൻ തെക്കോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് ഭാരതീയ രാജാക്കന്മാരുടെ കഴിവിലും ബുദ്ധിയിലും സ്വഭാവത്തിലുമെല്ലാം വീഴ്ചയാണ് കാണാനായത്. അങ്ങ് എൻ്റെ ചെറിയച്ഛൻ തിരുവിതാംകൂർ രാജാവിനെ കാണുകയുണ്ടായോ? ഇല്ല. അതെന്താ, അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമില്ലേ? കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ കൂടിക്കാഴ്ചയ്ക്ക് സമയം കിട്ടിയില്ല, സ്വാമി പറഞ്ഞു. കാണാനുള്ള ഏർപ്പാടുണ്ടായാലുടൻ കാണാൻ പോകും. സ്വാമി മാർത്താണ്ഡവർമ്മയുടെ പഠനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ജിജ്ഞാസ കാട്ടി. ജീവിത ലക്ഷ്യം എന്തെന്നും മറ്റും ചോദിച്ചു. എനിക്ക് തിരുവിതാംകൂറിലെ ആളുകളുടെ കാര്യത്തിലും അവരുടെ പ്രവർത്തനത്തിലുമെല്ലാം വളരെ താല്പര്യമുണ്ട്. മഹാരാജാവിൻ്റെ പ്രധാനപ്പെട്ട നിഷ്ഠയുള്ള പ്രജയായി രാജകുടുംബത്തിനും പ്രജകളുടെ നന്മയ്ക്കും വേണ്ടി അവർക്ക് ഹിതകരമായതെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. യുവരാജാവിനെ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് യുവരാജാവ് പറയുന്നതാ. രൂപവും ഭാവവും വ്യക്തിത്വമെല്ലാം ആരെയും സ്വാധീനിക്കും തക്ക വിധമുള്ളതായിരുന്നു. എനിക്ക് അങ്ങയുടെ ഒരു ഫോട്ടോ എടുക്കണം സ്വാമിജി, യുവരാജാവ് പറഞ്ഞു. എനിക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. എങ്കിലും അങ്ങയെ പോലെ ഒരാളെ മുന്നിൽ കണ്ടിട്ട് എനിക്ക് സ്വയം നിയന്ത്രിക്കാനാകുന്നില്ല. സ്വാമി ഫോട്ടോ എടുക്കാനായി ഇരുന്നു കൊടുത്തു. ദാ രാജകുമാരൻ, ഇഷ്ടം സാധിച്ചോളൂ. യുവരാജാവ് ഫോട്ടോ എടുത്തു. ഇനി എന്തു ചെയ്യും? ഇതിനെ ഒരു കലാരൂപമാക്കി മാറ്റിയെടുക്കും. മദ്രാസിലെ സംഗ്രഹാലയത്തിൽ ചിത്രപ്രദർശനത്തിൽ പ്രദർശിപ്പിക്കും. അങ്ങയിൽ നിന്ന് ഈ നാട് വളരെ പ്രതീക്ഷിക്കുന്നു യുവരാജൻ, സ്വാമി പറഞ്ഞു. പക്ഷേ സർവകലാശാലയിലെ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം അങ്ങയെ ആത്മകേന്ദ്രീകൃത വ്യക്തിത്വമുള്ളവനാക്കില്ലേ എന്നെനിക്ക് ഭയമുണ്ട്. എനിക്കങ്ങനെ വിശേഷിച്ച് ആഗ്രഹമൊന്നുമില്ല. പ്രഭുവിൻ്റെ ഇച്ഛയ്ക്ക് മുന്നിൽ എൻ്റെ ഇച്ഛയ്ക്ക് പ്രസക്തിയൊന്നുമില്ല. സ്വാമി യുവരാജാവിനെ ആശീർവദിച്ചിട്ട് പോയി. ദിവാൻ ശങ്കരസുബ്ബയ്യർ രാജാവിനെ കാണാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വരൂ സ്വാമിജി, തിരുവിതാംകൂറിലേക്ക് അങ്ങേക്ക് സ്വാഗതം, രാജാവ് പറഞ്ഞു. സുഖമല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങളൊന്നുമില്ലല്ലോ? ഭഗവാന്റെ കൃപ. അങ്ങ് തിരുവനന്തപുരത്തും തിരുവിതാംകൂറിലുമുള്ളിടത്തോളം അങ്ങേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ദിവാൻ ചെയ്തു തരും. കൂടിക്കാഴ്ച 3 മിനിറ്റിനുള്ളിൽ അവസാനിച്ചു. രാജാവിന് സ്വാമിയുടെ വ്യക്തിത്വത്തിലോ അദ്ദേഹത്തിൻ്റെ പദ്ധതികളിലോ താല്പര്യമുണ്ടായിരുന്നില്ല. സ്വാമിക്ക് വളരെ നിരാശ തോന്നി. എങ്കിലും രാജാവിൻ്റെ പെരുമാറ്റത്തിലെ ഔന്നത്യം കാരണം സ്വാമി പരാതിയൊന്നും പറഞ്ഞതുമില്ല. തിരുവനന്തപുരത്ത് സ്വാമിയുടെ 4ാം ദിവസമായിരുന്നു. മദ്രാസിൽ അക്കൗണ്ട് ജനറലിൻ്റെ സഹായി മന്മഥനാഥ ഭട്ടാചാര്യ സർക്കാർ കാര്യവുമായി തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളതായി വിവരം കിട്ടി. റെസിഡൻറ്റിൻ്റെ ഖജനാവിൽ ഏതോ തരത്തിലുള്ള വെട്ടിപ്പ് നടന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതായിരുന്നു. സ്വാമി രാവിലെ തന്നെ മന്മഥ ബാബുവിൻ്റെ അടുത്ത് പോകുകയും വളരെ സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തിരുന്നു. രാത്രി ഭക്ഷണത്തിന് ശേഷമേ മടങ്ങിയുള്ളൂ. എന്താണിത് സ്വാമിജി? പ്രൊഫസർ സുന്ദരരാമ സ്വാമിയോട് പരാതി പറഞ്ഞു. എന്നെ മുഷിഞ്ഞുവോ സ്വാമിക്ക്? സ്വാമി ചിരിച്ചു. ഞങ്ങൾ ബംഗാളികൾ വളരെ ഇടുങ്ങിയ സാമൂഹിക ബോധമുള്ളവരാണ്. മന്മഥ ബാബു എൻ്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹം കൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന പണ്ഡിറ്റ് മഹേശ്ചന്ദ്ര ന്യായരത്നിൻ്റെ മകനാണ്. അദ്ദേഹത്തിന് എൻ്റെ മേൽ വിശേഷാൽ അധികാരമുണ്ട്. വളരെ നാളായി മത്സ്യം കഴിച്ചിട്ടും മന്മഥ ബാബുവിൻ്റെ വീട്ടിൽ മത്സ്യവും കിട്ടും. മാംസാഹാരമോ? സുന്ദരരാമ ഉടൻ തന്നെ വെറുപ്പ് പ്രകടമാക്കി. ഭാരതത്തിലെ പ്രാചീന ബ്രാഹ്മണർ മാംസം കഴിച്ചിരുന്നു. തങ്ങളുടെ അതിഥികൾക്ക് മധുരം നൽകാൻ പോലും അവർ മൃഗബലി നടത്തിയിരുന്നു, സ്വാമി പറഞ്ഞു. ഹിന്ദുശാസ്ത്രങ്ങൾ സസ്യാഹാരത്തിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിലും മാംസാഹാരത്തെ തീർത്തും നിഷേധിക്കുന്നില്ല. ബൗദ്ധമതം പ്രചരിച്ചതോടൊപ്പം സസ്യാഹാരം കൂടുതൽ പ്രചാരത്തിലായി. മാംസാഹാരം ഉപേക്ഷിച്ചത് കാരണം ഭാരതത്തിൻ്റെ ശക്തിയും പോരാടാനുള്ള ഇച്ഛയും ഇല്ലാതെയായി. അതുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. ഞാൻ യോജിക്കുന്നില്ല, പ്രൊഫസർ സുന്ദരരാമ പറഞ്ഞു.
പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധം ബന്ധുത്വത്തിൻ്റെയും ഏകതയുടേതുമാണെന്ന് വൈദിക ധർമ്മം അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. രാജനൈതികമായ അധികാരത്തിനോ ഇന്ദ്രിയ സുഖങ്ങളോ പോലുമുള്ള തുച്ഛങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വത്തെ നികൃഷ്ടമാക്കാൻ പാടില്ല. വൈദിക ധർമ്മത്തെക്കുറിച്ചെല്ലാം എനിക്കുമറിയാം. സ്വാമി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. സ്വാമിജി, അങ്ങ് ഇവിടെ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാത്തതെന്തേ? പ്രൊഫസർ സുന്ദരരാമ ഒരു ദിവസം ചോദിച്ചു. ആളുകൾക്ക് വളരെ പ്രയോജനമുണ്ടാകും. ഞാൻ ഇന്നോളം ഒരു പൊതുപ്രഭാഷണം നടത്തിയിട്ടില്ല, സ്വാമി പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ ശോചനീയവും ഉപഹാസാസ്പദവുമായ പരാജയമാവും ഉണ്ടാവുക. ചിക്കാഗോയിൽ നടക്കാൻ പോകുന്ന ധർമ്മസംസദിൽ ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന കാര്യം മൈസൂർ മഹാരാജാവുമായി സംസാരിച്ചതായി പറഞ്ഞല്ലോ, പ്രൊഫസർ സുന്ദരരാമ പറഞ്ഞു. അങ്ങേക്ക് ഒരു സാധാരണ സഭയിൽ പ്രസംഗം നടത്താനാവില്ലെങ്കിൽ പണ്ഡിതരുടെ മഹാസഭയിൽ എങ്ങനെയാണ് സംസാരിക്കാനാകുക? സ്വാമി ആകാശത്തേക്ക് നോക്കുകയും തീർത്തും മാറിപ്പോകുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാണിയായി ലോകത്തിന് അദ്ദേഹത്തിൻ്റെ സന്ദേശം നൽകണമെന്ന് ഭഗവാന് തോന്നിയാൽ, സാത്വികമായ ജീവിതത്തെ സേവിക്കണമെന്നാണെങ്കിൽ അതിന് കഴിവുറ്റവനാക്കും എന്നെ. സ്വാമി തന്നെ ഒഴിവാക്കുകയാണെന്ന് സുന്ദരരാമ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പറയുന്നതിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തെ തേജസ് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനപരവും കേന്ദ്രീഭൂതവുമായ സത്യങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിലും എനിക്ക് ഇതുപോലെയുള്ള അലൗകികമായ ഇടപെടലുകളുടെ കാര്യത്തിൽ വളരെ സംശയമുണ്ട്, പ്രൊഫസർ സുന്ദരരാമ പറഞ്ഞു. ഞാൻ അടിസ്ഥാന ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ല. അതിലെ തർക്കങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ചയൊന്നും നേടിയിട്ടുമില്ല. അങ്ങ് പറയുന്നതിലെ സത്യത്തെ കാണാൻ തക്കവണ്ണമുള്ള ദിവ്യമായ അനുഭൂതിയുടെ അനുഭവങ്ങളുമില്ല. പ്രൊഫസർ സുന്ദരരാമ, അങ്ങ് ദൈനംദിന ജീവിതത്തിൽ പരമ്പരാഗതമായ രീതിയിൽ പൂജകളും മറ്റും നടത്തുന്ന നിഷ്ഠയുള്ള ഹിന്ദു ആണെങ്കിലും അങ്ങയുടെ മനസ്സിൽ വിശ്വാസമില്ല. അങ്ങയുടെ പൂജയും പ്രാർത്ഥനയുമെല്ലാം വെറും നാട്യങ്ങളാണ്. പ്രഭുവിൽ വിശ്വാസമില്ല അങ്ങേക്ക്. അങ്ങ് സ്വന്തം കഴിവാണ് ലോകമെങ്ങുമുള്ള ശക്തിയുടെ അതിര് എന്ന് വിചാരിക്കുന്നു. പ്രഭുവിൻ്റെ ശക്തിയും അതുപോലെ പരിമിതമെന്ന് വിചാരിക്കുന്നു. സ്വാമി മന്മഥനാഥ് ഭട്ടാചാര്യയ്ക്കൊപ്പം പോകാൻ തുടങ്ങുകയായിരുന്നു. സംസ്കൃത വ്യാകരണത്തിൽ മഹാപണ്ഡിതനായ വാഗീശ്വരൻ ശാസ്ത്രി ഓടി വന്നു. എനിക്ക് സ്വാമിജിയെ കാണണം, പക്ഷേ അദ്ദേഹം പോകുകയാണ്. അറിയാം, എന്നാലും കാണണം, അദ്ദേഹം പറഞ്ഞു. കുറച്ച് മിനിറ്റ് നേരത്തേക്ക് ആണെങ്കിലും ശരി, എന്നാലും കണ്ടേ പറ്റൂ. അദ്ദേഹം ഇത്രയും ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇതുവരെ വരാഞ്ഞത് എന്തേ? വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള വളരെ പണ്ഡിതനായ ഒരു സന്യാസി അങ്ങയുടെ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചിരുന്നു. പക്ഷേ എനിക്ക് സുഖമില്ലായിരുന്നു. സ്വാമിയും ഭട്ടാചാര്യയും വണ്ടിയിലേക്ക് കയറാനായി വീടിൻ്റെ പടികൾ ഇറങ്ങി വരികയായിരുന്നു. കണ്ടപ്പോൾ ശാസ്ത്രിജിക്ക് പ്രാണൻ പോയ പ്രതീതിയായിരുന്നു. യാചിക്കയാണെന്ന പോലെ പ്രൊഫസർ സുന്ദരരാമയോട് പറഞ്ഞു, ഇദ്ദേഹത്തോട് നിൽക്കാൻ പറയൂ, കുറച്ച് നിമിഷത്തേക്കെങ്കിലും മതി, എന്നാലും ഇദ്ദേഹത്തോട് നിൽക്കാൻ പറയൂ. സ്വാമി നിന്നു. എന്താണ് കാര്യം ശാസ്ത്രിജി? സ്വാമി സംസ്കൃതത്തിൽ ചോദിച്ചു. ശാസ്ത്രിജിയോട് സംസ്കൃതത്തിൽ സംസാരം ആരംഭിച്ചത് 7-8 മിനിറ്റോളം നീണ്ടു. പ്രൊഫസർ സുന്ദരരാമയ്ക്ക് സംസ്കൃതം അറിയില്ലായിരുന്നു. അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായില്ല. സംസാരം അവസാനിപ്പിച്ച് സ്വാമി പോയി. ശാസ്ത്രിജി കണ്ണുകളിൽ അളവറ്റ പ്രശംസയുടെ ഭാവവുമായി സ്തംഭിച്ചു നിന്നു. എന്താണ് സംസാരിച്ചത് ശാസ്ത്രിജി? പ്രൊഫസർ സുന്ദരരാമ ചോദിച്ചു. സംസ്കൃത വ്യാകരണത്തിലെ അഴിയാത്ത ഒരു കുരുക്കുമായി ഞാൻ വർഷങ്ങളായി വിഷമിക്കുകയായിരുന്നു. ഇത്രയും നേരത്തിനുള്ളിൽ തന്നെ സ്വാമിജി അതിന് സമാധാനമുണ്ടാക്കി തന്നു, ശാസ്ത്രിജി പറഞ്ഞു. സംസ്കൃത വ്യാകരണം അദ്ദേഹത്തിന് കരതലാമലകം പോലെയാണ്. സരസ്വതി അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ കളിയാടുന്നു. സംസ്കൃത ഭാഷയിൽ അതിയായ അറിവാണ് അദ്ദേഹത്തിന്. പിന്നെ സ്വാമിജി ഇവിടുന്ന് നേരെ പോകുന്നത് രാമേശ്വരത്തേക്കാണ് സ്വാമിജി പോകണമെന്ന് ആഗ്രഹിച്ചതെങ്കിലും സ്വാമിജി നേരെ പോകുന്നത് കന്യാകുമാരിക്കാണ്. അവിടെ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരു എന്താ പറയുക ഒന്നാണല്ലോ സ്വാമിജിയുടെ കന്യാകുമാരിയിൽ 3 ദിവസത്തെ ഇരിപ്പ്.
വളരെ മനോഹരമായിട്ടുള്ള പുസ്തകങ്ങളാണ്. സമയവും സന്ദർഭവും കിട്ടുമ്പോൾ നമുക്കിങ്ങനെ പുസ്തകത്തിലെ ഈ ഭാഗങ്ങൾ വായിക്കാം, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമസ്കാരം.